എ ബി സി ഇവയുടെ ശരാശരി എം. എ ബി പ്ലസ് ബി സി പ്ലസ് എ സി സമം 0 ആയാൽ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എന്നിവയുടെ ശരാശരി എത്ര? നമുക്ക് എ ബി സി ഇതിൻ്റെ ശരാശരി തന്നിട്ടുണ്ട്. എ ബി സി ഇവയുടെ ആവറേജ് എത്ര? എം. എങ്ങനെ ശരാശരി കാണുക? ശരാശരി കാണാൻ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. ശരാശരി കാണാൻ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. ഇതെല്ലാം കൂടി കൂട്ടുക. എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി എല്ലാം കൂടി കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുക. ഇതിൽ എത്ര എണ്ണം? 3 എണ്ണം. അപ്പോൾ നമ്മൾ എന്തെഴുതി? എ ബി സി ഇവിടെ ശരാശരിയാണിത്. അത് നമുക്ക് തന്നിട്ട് എത്രയാണ്? എം ആണ്. എ ബി സി ഇവിടെ ശരാശരി എം ആണ്. എ പ്ലസ് ബി പ്ലസ് സി ബൈ 3 സമം എം. നമുക്ക് ഈ ബൈ 3 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 3 ആവും. ബൈ 3 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 3. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? എ പ്ലസ് ബി പ്ലസ് സി സമം 3 ഇൻറ്റു എം 3 എം. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് കാണേണ്ടത് നോക്കുക. ഇതവിടെ ഇരിക്കട്ടത്. നമുക്കൊരു ആവശ്യമുണ്ട്. എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഇവയുടെ ശരാശരി ഇവിടെ ചെയ്ത പോലെ ചെയ്യുക. എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഇവിടെ ശരാശരി എങ്ങനെയാണ് കാണുക? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ 3. ഇതാണ് നമുക്ക് കാണേണ്ടത്. നമുക്കൊരു സൂത്രവാക്യം അറിയാം. അതായത് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഒരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. നമുക്ക് ഇതിന്ന് ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എങ്ങനെ കാണുക? ഇത് ഇങ്ങോട്ട് എടുത്താൽ മതി. സമത്തിൻ്റെ ഇങ്ങോട്ട് എടുത്താൽ മതി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എങ്ങനെ കാണും? ഇത് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്താവും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കാണാൻ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർന്ന് ഇത് കുറച്ചാൽ മതി. 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന് പകരം നമുക്ക് ഇത് എഴുതാം. എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. നമുക്കിതിന് പകരം എഴുതി. പിന്നെ ബൈ 3 ഉണ്ട്. ഇതിൽ എ പ്ലസ് ബി പ്ലസ് സി നമുക്കറിയാം. എ പ്ലസ് ബി പ്ലസ് സി എത്രയാണ്? 3 എം. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ പറയുമ്പോഴോ 3 എം ഹോൾ സ്ക്വയർ. ഇനി ഇത് എഴുതണ്ട. കാരണം എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എന്താണ്? നമുക്ക് തന്നത് 0ആണ്. ഇത് 0ആണ്. അപ്പോൾ ഇത് 2 ഇൻറ്റു 0 പറയുമ്പോൾ 0 ആയി പോയും. അപ്പോൾ ഈ പദം എഴുതണ്ട. ബൈ അടിയിൽ എന്താണ്? ഛേദം എന്താ? 3 എമ്മിൻ്റെ ഹോൾ സ്ക്വയർ പറഞ്ഞാൽ 3നും എമ്മിനും സ്ക്വയർ എടുക്കണം. 3നും എമ്മിനും സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ 9 എം സ്ക്വയറിന് വരും. അപ്പോൾ എന്ത് വരും? 9 എം സ്ക്വയർ ബൈ ഛേദം 3. ഇത് ഹരിക്കുമ്പോൾ ഇവിടെ 3 എന്ന് വരും. ഉത്തരം 3 എം സ്ക്വയർ.